ഹലോ എവരിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു നെക്ക് ഡിസൈൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. സ്ക്രീനിൽ ഞാൻ കാണിക്കുന്നുണ്ട് നെക്ക് ഡിസൈന്. അപ്പോൾ ആ മോഡൽ അനുസരിച്ചാണ് നമ്മൾ വെട്ടേണ്ടത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് എനിക്ക് 7 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് സീം അലവൻസ് കൂടിയിട്ട് 7.5 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത്. നെക്ക് വിടുത്ത് വരുന്നത് 2.75 2.75 മേലെ മാർക്ക് ചെയ്യുന്നുണ്ട്. കഴുത്തിൻ്റെ ഭാഗത്ത് താഴെയായിട്ട് ഞാനൊരു 3 ഇഞ്ചും മാർക്ക് ചെയ്യുന്നുണ്ട്. കുറച്ച് വീതി താഴേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾക്ക് ഇവിടെ നിന്നൊരു വി മോഡൽ, ഇത്തിരി ബ്രോഡായിട്ടുള്ള ഒരു വി മോഡലാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. നെക്ക് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിനാണ് നമ്മൾ ഇവിടേക്ക് കുറച്ച് വീതി എടുത്തത്. ഇത് സ്ട്രെയിറ്റ് വരുമ്പോൾ ഇത്രയ്ക്ക് വീതിയിൽ വരില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് 1/2 ഇഞ്ച് 1/4 ഇഞ്ച് ഞാനിവിടെ വീതി കൂട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇനിയും കൂടുതൽ വീതി കൂട്ടണം എന്നുള്ളവർക്ക് കൂട്ടിയിടാം കേട്ടോ. ഞാനിപ്പോൾ ഇത്രയാണ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു പീസ് നിങ്ങൾ കളയരുത്. ഇത് വെച്ചിട്ട് വേണം ഇനി നമുക്ക് ഡിസൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഞാനൊരു 3/4 ഇഞ്ച് വീതിയിൽ ഞാൻ സീം അലവൻസ് കൊടുത്തിട്ട് ഇനി ഈ ഒരു ഭാഗം വെട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം തന്നെ ഇവിടെ ഒരു ബ്രിഡ്ജ് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ വെട്ടി കൊടുക്കാം. അപ്പം ഇങ്ങനെയാണ് കഴുത്ത് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു പീസ് വെച്ചിട്ടാണ് അടുത്ത ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന ഡിസൈനിൻ്റെ ഭാഗം നമ്മൾ വരച്ചെടുക്കേണ്ടത്. ഈ ഒരു പീസ് വെച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നമ്മൾ ഗമ്മില്ലാത്ത ഭാഗം വെച്ചിട്ടാണ് നമ്മൾ ആദ്യം വെട്ടിയത്. ഇനി നമുക്ക് ആ പീസ് വെട്ടാൻ വേണ്ടിയിട്ട് ഗമ്മുള്ള ഭാഗത്താണ് അത് വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ ഗ്ലൂ ഉള്ള ഭാഗം ഫ്രണ്ടിലേക്ക് തിരിച്ച് വെച്ചിട്ടുണ്ട്. ഗ്ലൂ ഉള്ള ഭാഗത്താണ് ഞാൻ ഇനി ഒരു ഡിസൈൻ വരയ്ക്കുന്നത്. 1/2 ഇഞ്ച് ഇങ്ങോട്ട് നീങ്ങിയിട്ടാണ് ഞാൻ ഈ ഒരു പീസ് വെക്കുന്നത് കേട്ടോ. എന്നിട്ട് ഞാൻ ഇതേപോലെ ഈ ഒരു ഭാഗത്തു നിന്നുള്ള ഷേപ്പ് ഞാനൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്താണ് നമുക്ക് ആ ഡിസൈൻ വെക്കുന്നത്. കഴുത്തടിച്ചതിന് ശേഷമാണ് നമ്മൾ ഒരു പാച്ച് വർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഈ കറക്റ്റ് ഷേപ്പ് ഒന്ന് വരച്ചെടുത്തു. എന്നിട്ട് ഞാൻ ഇതേപോലൊരു ഷേപ്പ് വരച്ചെടുത്തൊരു പീസ് ഉണ്ട്, അതൊന്നും വെച്ചിട്ട് വരച്ചെടുക്കുകയാണ്. കാരണം അത് ചിലപ്പോൾ നമ്മൾ വരയ്ക്കുമ്പോൾ അത് ഷേപ്പ് കറക്റ്റ് ആവണമെന്നില്ലല്ലോ. അപ്പോൾ ഞാനിതൊന്നും ഇങ്ങനെ വെച്ചിട്ട് വരച്ചെടുക്കുന്നുണ്ട്. ഞാൻ വേറൊരു പീസിൽ വെച്ച് വരച്ചെടുത്തതാണ്. ഞാൻ വരച്ചിട്ട് കാണിച്ചു തരാം. ഇവിടെ ഞാൻ 3/4 ഇഞ്ചാണ് ഈ ഒരു ഭാഗത്തെ വീതി വന്നിട്ടുള്ളത്. ഇനി ഈ ഒരു പീസ് നമുക്ക് എടുത്ത് മാറ്റാം കേട്ടോ. ആ ഒരു ഷേപ്പ് വന്ന ഈ ഭാഗമാണ്, ഇവിടെ നിന്നുള്ള ഈ ഷേപ്പാണ് ഞാൻ വേറൊരു പീസിൽ വരച്ചെടുത്തിട്ടുള്ളത്. നമുക്ക് വരയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു വേറെ പീസിൽ വെച്ചതാണ്. അങ്ങനൊരു ഷേപ്പാണ് ഞാനിപ്പോൾ ഇവിടെ കൊടുക്കുന്നത്. ഇവിടേക്ക് വരുമ്പോൾ നമ്മളിങ്ങനെ വീതി കുറച്ചിട്ട് ഈ ഒരു ഭാഗത്തേക്ക് കേട്ടോ, ഇവിടെയൊക്കെ 3/4 ഇഞ്ച് കൊടുക്കാം. നിങ്ങൾക്കത് വീതി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ വീതി കൂടുതൽ കൊടുക്കാം. ഞാനിവിടെ 3/4 ഇഞ്ച് മാത്രമാണ് ഈ ഒരു ഭാഗങ്ങളിലൊക്കെ കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് താഴേക്ക് ചെല്ലുമ്പോൾ ഒരു കൂർത്തൊരു ഷേപ്പിലേക്കാണ് കൊടുത്തത്. കണ്ടല്ലോ, ഇങ്ങനെയാണ് ഞാൻ വരച്ചെടുത്തത്. കാണുന്നില്ലേ? ഇതിപ്പോൾ നെക്കിലേക്ക് വരുമ്പോൾ ഇത് നമ്മുടെ നെക്ക് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ സൈഡിലായിട്ട് ഇതിങ്ങനെ സൈഡിലേക്കായിട്ട് ഇങ്ങനെ ഒരു ഷേപ്പ്. ഇതിൻ്റെ വീതി വേണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടോ കുറയ്ക്കുകയോ എന്താണെങ്കിൽ ചെയ്യാം. ഇവിടെ ആയാലും വീതി ഇത്ര വേണ്ടായെങ്കിൽ ഇതേപോലെ ഒന്ന് കുറച്ച് കൊണ്ടുവരാം. കണ്ടല്ലോ ഈ ഒരു പീസ്. അപ്പോൾ ആദ്യം നമ്മൾ ഈ നെക്ക് വെച്ചടിക്കും, എന്നിട്ടാണ് ഈ ഒരു പീസ് നമ്മൾ വേറെ ഏതെങ്കിലും ഒരു പീസ് അറ്റാച്ച് ചെയ്തിട്ട് നമ്മളത് ചെയ്യുകയാണ് ചെയ്യുക കേട്ടോ. പാൻറ്റിൻ്റെ പീസ് ഈ ഒരു ക്യാൻവാസ് വെച്ചിട്ട് നമ്മൾ അയൺ ചെയ്തെടുത്തിട്ട് ആ ഭാഗം നമ്മളിത്
കഴുത്തിലേക്ക് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് വെട്ടിയെടുത്തു. ഇനി നമ്മൾക്ക് ഈ ഒരു പീസിലേക്കാണ് ഞാൻ, അതായത് ചീത്ത വശത്ത്, തുണിയുടെ ചീത്ത വശത്താണ് ഇത് അയൺ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് അയൺ ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് വെക്കുക, അതായത് ലെഫ്റ്റ് സൈഡിലേക്കാണ് വരിക. ഇത് ഒട്ടിക്കുമ്പോഴാണ് നമ്മൾക്ക് റൈറ്റ് സൈഡിലേക്ക് വരിക. കണ്ടോ, ഇതാണ് റൈറ്റ് സൈഡിലേക്ക് വരുന്ന ആ ഒരു ഭാഗമായിട്ട് വരിക. ഇത് ഈ ഒരു പീസ് വെച്ചതിന് ശേഷമാണ് നമ്മളിത് അയൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കറക്റ്റ് ഷേപ്പിൽ തന്നെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്കത് അയൺ ചെയ്തെടുക്കാം. ഇത് കറക്റ്റ് ഷേപ്പിൽ തന്നെ വെക്കണം, എങ്കിലാണ് നമുക്കത് അടിക്കുമ്പോൾ ഈ കഴുത്തിൻ്റെ ഭാഗം കറക്റ്റ് ഷേപ്പിൽ തന്നെ വെക്കണം കേട്ടോ. എങ്കിൽ മാത്രമാണ് അടിക്കുമ്പോൾ അത് നമുക്കത് ഈ നെക്കിലേക്ക് വരുന്ന രീതിയിൽ തന്നെ വരുള്ളൂ. അതല്ലാന്ന് വെച്ചെങ്കിൽ ഇതൊന്നും അറിയാണ്ട് നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഷേപ്പൊക്കെ മാറിയെന്ന് വരും, കഴുത്തിൻ്റെ ഷേപ്പിലേക്ക് വരില്ല. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഞാൻ അയൺ ചെയ്തെടുക്കുന്നുണ്ട്, ഇങ്ങനെ വെച്ചിട്ട് തന്നെ. നെക്കിൻ്റെ പോർഷൻ ഇതേപോലെ അയൺ ചെയ്തു. ഈ ഡിസൈൻ ഇതേപോലെ ഞാൻ ഈ ഒരു പീസ് ഞാൻ ഇതേപോലെ ഇങ്ങനെ ഇവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അയൺ ചെയ്യുമ്പോൾ. എന്നിട്ടത് പറിച്ചെടുത്തതാണ്, ഇത് ഇങ്ങനെ പറിച്ചെടുത്തതാണ്. എന്നിട്ട് ഇതേപോലെ ഒരു പീസ് വെച്ചിട്ട് ഞാൻ 1/2 ഇഞ്ച് വെച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഗമ്മ് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിങ്ങനെ ഗമ്മ് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കും, ഇത് കറക്റ്റായിട്ട് തന്നെ. ഓക്കെ, അപ്പം നമ്മൾ ഈ നെക്കിൻ്റെ ഒരു പോർഷൻ ഞാനതൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. വലിയ സ്റ്റിച്ച് ഇട്ടിട്ട് നമുക്കതൊന്ന് അടിച്ചെടുക്കാം. ഓക്കെ, നീറ്റായിട്ട് തന്നെ അടിച്ചെടുക്കണം കേട്ടോ. വലിയ സ്റ്റിച്ചാക്കണം, അത് നമുക്ക് അഴിച്ച് കളയാനുള്ളതാണ്. ലൂസായിട്ടുള്ള സ്റ്റിച്ച് ഇട്ടിട്ട് വേണം നമ്മളത് അടിച്ചെടുക്കാനായിട്ട്. ഇത് കറക്റ്റായിട്ട് തന്നെ അതായത് ഈ ക്യാൻവാസിനോട് ചേർന്ന് തന്നെ ഇരിക്കണം ഈ ഒരു ക്ലോത്ത്. എന്നിട്ട് ഈ കർവൊക്കെ വരുമ്പോൾ നമ്മളൊന്ന് സ്ലിറ്റുകൾ ഇട്ട് കൊടുക്കണം കേട്ടോ. കണ്ടല്ലോ, ആ ഷേപ്പിലേക്ക് കറക്റ്റ് വരാനാണ് നമ്മൾ ആ സ്ലിറ്റുകൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നിന്ന് നമ്മൾ വെട്ടി കൊടുക്കാം, എങ്കിൽ മാത്രമാണ് ഈ ഒരു ഷേപ്പ് നമുക്ക് കാണും. ഇനി ഇവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് മടക്കിയിട്ട് ഇതിങ്ങോട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഷേപ്പ് കറക്റ്റായിട്ട് തന്നെ വരാൻ നോക്കണം കേട്ടോ. ഇവിടെയൊക്കെ നമ്മൾ സ്ലിറ്റ് ഇട്ട് കൊടുക്കണം, എങ്കിൽ മാത്രമാണ് ഈ ഷേപ്പ് ഇങ്ങനെ മടങ്ങി കിട്ടുള്ളൂ. ഈ എൻ്റെ എത്തുമ്പോൾ ഒന്ന് നമുക്ക് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടൊന്ന് മടക്കി വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്താൽ മതിയേ. അപ്പോൾ ഫ്രണ്ടിനൊക്കെ അടിക്കാൻ വേണ്ടിയിട്ടുള്ള ക്യാൻവാസും കാര്യങ്ങളൊക്കെ ഞാൻ പിൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് അടിച്ചു തുടങ്ങാം. ഇനി ഞാൻ സൈഡിൽ കൂടെ ക്യാൻവാസിൻ്റെ മേലെ കൂടെയാണ് ഞാൻ അടുത്ത സ്റ്റിച്ച് കൊടുക്കുന്നത്. ഇനി നമ്മളുടെ ഈ നെക്ക് ഡിസൈനാണ് ഞാനിവിടെ വെച്ച് കൊടുക്കുന്നത്.
അപ്പോൾ ഞാൻ ഈ ഒരു ഡിസൈൻ അടിക്കുന്നതിന് മുന്നേ ആയിട്ട് ഇവിടെ ഒരു ബീഡ്സ് പിന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം ഇതിങ്ങനെ ബൾജ് ചെയ്ത് ഇങ്ങോട്ട് നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, ഈ ഒരു സൈഡിലേക്ക് നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, അതായത് നമ്മുടെ ക്യാൻവാസ് നമ്മളുടെ ഈ ഒരു ഭാഗത്തേക്ക് തള്ളി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾക്ക് ഇവിടെ നിന്ന് അടിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ ഇതിങ്ങനെ വെച്ച് കൊടുക്കുക. കണ്ടല്ലോ? അപ്പോൾ അതിൻ്റെ കറക്റ്റ് നൂല് തന്നെ ആയിരിക്കണം. ഈ ഒരു നൂല് നമുക്ക് ഇവിടെ നിന്ന് അഴിച്ച് കളയാനുള്ളതാണ് കേട്ടോ. കറക്റ്റ് ഈ കഴുത്തിനോട് ചേർത്ത് തന്നെ വയ്ക്കുക. കണ്ടല്ലോ? ഈ കഴുത്തിനോട് ചേർത്ത് തന്നെ ഇവിടെ വെച്ച് പോവാണ് കറക്റ്റായിട്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ കഴുത്ത് ഈ ഒരു സൈഡ് നമ്മളിങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്, ഇതേപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് പൊട്ട്ലി ബട്ടൺ വെച്ച് കൊടുക്കാം. ഇനി ഈ സൈഡിൽ നിന്ന് തൊട്ടിട്ട് നമുക്ക് ഈ പൊട്ട്ലി ബട്ടൺ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇവിടെ നിന്ന് സെൻറ്ററിൽ നിന്ന് തന്നെ തുടങ്ങുകയാണ്. കുറച്ച് ഇടവിട്ടിട്ടാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്, അടുപ്പിച്ചടുപ്പിച്ച് വയ്ക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് അടയാളപ്പെടുത്തിയിട്ട് വേണമെങ്കിൽ വയ്ക്കാം. ഒരുപാട് വലിപ്പമൊന്നുമില്ലാത്ത പൊട്ട്ലി ബട്ടണാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. 3/4 ഇഞ്ച് വീതിയിലുള്ള ഒരു ക്ലോത്ത് വെച്ചിട്ടാണത്, 3/4 ഇഞ്ച് വീതി 3/4 ഇഞ്ച് നീളം ഉള്ള ഒരു ക്ലോത്ത് വെച്ചിട്ടാണ് ഞാനത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ നെക്ക് ഡിസൈൻ വന്നിട്ടുള്ളത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.